നമസ്കാരം. എൻ്റെ പേര് മുബഷീർ. എൻ്റെ പേര് ആര്യൻ. എൻ്റെ പേര് ഷാഹിൽ. ഞങ്ങൾ GVHS കടപ്പുറം ചാവക്കാട് ഒരു തീരമേഖലയിലുള്ള ഒരു VHSC സ്കൂളാണ്. അപ്പോൾ ഓരോ സ്കൂളിൽ ഫിൽറ്റർ സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികൾ വെള്ളം കുടിക്കൽ ആക്കൽ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അതുവരെയായിട്ടും. എല്ലാവരും വെള്ളം കുറവാണ് കുടിക്കൽ. അപ്പോൾ ഞങ്ങൾ ഒരു ആശയവും കണ്ടെത്തിയിട്ടുണ്ട്. ഓട്ടോമേഷൻ ബെല്ലാണ് കണ്ടെത്തിയത്. കുട്ടികളിൽ വെള്ളം കുടിക്കാനുള്ള ആശയം ഞങ്ങൾ വർദ്ധിപ്പിക്കാൻ നോക്കിയിട്ടുള്ളത്. അതിനായിട്ട് പൊതുവെ ഇന്റർവെൽ അടിക്കുകയാണെങ്കിലും കുട്ടികൾ ബാത്റൂമിൽ പോവുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടുള്ള സമയം കിട്ടുന്നില്ല അവർക്ക് വെള്ളം കുടിക്കാനുള്ളത്. അതിനായിട്ടൊരു ആശയം അങ്ങ് കണ്ടെത്തി വെച്ചു. സമയം കിട്ടിയാലും അവർ കുടിക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പുതിയൊരു പദ്ധതി ഇറക്കിയിട്ടുണ്ട്, ഓട്ടോമേഷൻ ബെല്ല്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാനുള്ള ടൈമിൽ നമ്മുടെ മൊബൈലിൽ അത് അമർത്തിയാൽ അലാം സെറ്റ്. ഇന്റർവെല്ലിൻ്റെ ബെല്ലടിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ ക്ലാസ് ടൈമിൽ തന്നെ അടുത്തൊരു ബെല്ല് റിങ് അയച്ചെങ്കിൽ ആ ടൈമിലൊരു 7 ഗ്രൂപ്പ് ഓരോ കളർ വെച്ച് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിനൊക്കെ ഓരോ ലീഡേഴ്സിനെ സെറ്റ് ചെയ്ത് നമ്മൾ അവർക്കൊരു ടാസ്ക് കൊടുക്കാം. ആരൊക്കെ വെള്ളം കുടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട്, വെള്ളം കുടിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട്. അപ്പോൾ കുടിക്കാത്തവരെ കൊണ്ട് കുടിപ്പിച്ച് ഏറ്റവും കൂടുതൽ എല്ലാ ഒഴിവകളിലും റിക്വസ്റ്റ് ഒഴിവാക്കി നല്ല രീതിയിൽ ചെയ്യുന്ന ലീഡർമാർക്ക് പിന്നെ കുട്ടികൾക്കും നമുക്കൊരു വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ സമ്മാനമായിട്ട്. സ്കൂളിൽ ബെല്ലുണ്ട്, വൈഫൈ ഉണ്ട്. അത് കൂടാണ്ട് നമുക്കൊരു IoT നമുക്ക് സ്ഥാപിച്ചാൽ നമുക്ക് ബെല്ലിന് ഓട്ടോമേഷൻ വരുത്താം. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിങ് അതിൽ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചെടുത്താൽ കറക്റ്റ് ബെല്ലടിക്കുകയും ചെയ്യും. സാറിനൊരു ബുദ്ധിമുട്ടാവില്ല. നമ്മൾ എപ്പോഴും ആക്സസിൽ സാറിൻ്റെ ആക്സസിൽ എൻ്റെ ഫോണിൽ ഇരിക്കും. നമുക്ക് പിന്നെ വേറെ കുഴപ്പമില്ല, കറക്റ്റ് ടൈമിങ് ബെല്ലടിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? ആ ബെല്ലിനെ നമുക്ക് ഡ്രിങ്ക് ബെല്ലെന്നും പിന്നെ അതിന്റെ സമയത്ത് എല്ലാവരും വെള്ളം കുടിക്കേണ്ട നോക്കാൻ കൃത്യനിഷ്ഠമായിട്ട് ആൾക്കാരോട് ലീഡർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി കുട്ടികള് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മാസാവസാനം നമ്മുടെ ഗിഫ്റ്റ് അവർക്ക് നൽകുന്നുണ്ട്. അത് അതിനുള്ള ഫണ്ട് ഞങ്ങൾ വാട്ടർ ബോട്ടിലാകുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആവുകയും ചെയ്യും. അതന്നെ. പിന്നെ അതിന് വെള്ളം കൊടുത്താൽ മതിയില്ലേ. ഇപ്പൊ 20 കുട്ടികൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാനാണ് സ്കൂളിൽ വരുന്നത്. സ്കൂളിൽ ഒരു ഫിൽറ്റർ ഉണ്ട്, എന്നാലും അതിന് വെള്ളം കുടിക്കുന്നില്ല. ഈ പൊതുവെ മഴക്കാലം കുട്ടികൾ വെള്ളം കുടിക്കൽ കുറവാണ്. അത് കുറവായാൽ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. നല്ലൊരു നേട്ടമാണ് നമ്മുടെ സ്കൂളിൽ. കാരണം കുട്ടികൾക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. ഈ മഴക്കാലം ആയതിനു ശേഷം വെള്ളം കുടിക്കൽ കുറവും കാര്യങ്ങളൊക്കെ ആയ കാരണത്താൽ നമ്മളിപ്പോൾ ഈ അതുകൊണ്ട് നമുക്ക് പിന്നെ ബെല്ലിനെ നമ്മൾ ഓട്ടോമേഷൻ ആക്കുകയാണ് ചെയ്തത്. അതിലൂടെ നമുക്കൊരു നല്ലൊരു ഇതാക്കുകയാണ്, നല്ലൊരു തോട്ടം. ആക്കിയപ്പോൾ നമുക്ക് അത്യാവശ്യം ബെനിഫിറ്റ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് ക്ലാസ്സിൽ കൃത്യസമയത്ത് സാർമാർ പറഞ്ഞ പെട്ടെന്ന് കയറലോ ആക്കലൊക്കെ ആയി.
അതിൽ കൂടാണ്ട് ഈ വെള്ളം കുടിക്കുന്ന കാരണം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് അധികം ഇല്ലാണ്ടായി വന്നു. പൊതുവെ കുട്ടികൾക്ക് ഇവിടെ വെള്ളം കുടിക്കൽ കുറവാണ്. നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സജ്ജീകരിച്ച് കുട്ടികൾക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കാനുള്ള കാര്യങ്ങളാക്കിയിട്ടുണ്ട്.